ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത നമുക്ക് വേണ്ടി വലിയവ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ശത്രുവാകുന്നവൻ തിന്മ നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അപ്പോൾ ശുഭഭാവി വരികയാണ് കേട്ടോ. ആ ഭാവി വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്, നന്മ വരുന്നുണ്ട്. പാട്ടുകാരൻ പാടുന്നു, വരുന്നുണ്ട് അനുഗ്രഹം വരുന്നുണ്ടെന്ന് പാടുന്നില്ലേ? അതുപോലെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം വരുന്ന നന്മ പ്രാപിപ്പാൻ. പണ്ടൊക്കെ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചപ്പോൾ അവരുടെ ജീവിതം വളരെ ക്ലേശം നിറഞ്ഞ ജീവിതമായിരുന്നു. ചാണകം മെഴുകിയ തറയിൽ, ഓലമേഞ്ഞ പുരയിൽ, മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അവർ കട്ടൻ കാപ്പയാണ് കഴിക്കുന്നത്. കഞ്ഞിവെള്ളമാണ്, കാരണം അരി ചോറില്ല, കുറച്ച് അരിയേ ഉള്ളൂ. അതിട്ട് തിളപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കും, ചമ്മന്തിയൊക്കെ കൂട്ടി അവരങ്ങനെ കഴിക്കും. എങ്കിലും അവരുടെ സന്തോഷത്തിന് കുറവില്ലായിരുന്നു. അവരുടെ തലമുറയൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ദൈവം അവരെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ചു മാനിച്ചു. ഒരു ശുഭഭാവി അവരുടെയൊക്കെ ജീവിതത്തിന് ഒരുക്കി കൊടുത്തു അല്ലേ. അപ്പം ഈ ലോകത്തിലും ശുഭഭാവിയുടെ അനുഗ്രഹങ്ങളും നന്മകളുമുണ്ട്. വരുവാനുള്ള നിത്യതയിലും നമുക്ക് വേണ്ടി ആ നല്ല സുദിനങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് വേഗം വരും. ആ ഒരുക്കത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടുന്ന ഒരുക്കത്തിലേക്ക് ചെന്നെത്തുവാൻ നാമും ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം. പ്രത്യാശയുള്ളവരായിരിക്കണം, മടുത്തു പോകരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയട്ടെന്നേ, നമുക്കതൊന്നും വിഷയമാക്കേണ്ട കാര്യമല്ല. കർത്താവ് പറഞ്ഞാൽ ആ വാക്ക് കാര്യമാക്കേണ്ട. അപ്പോൾ പല വാക്കുകളും കാര്യമാക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥനയോടെ പോകുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് ഉള്ള കർത്താവിൻ്റെ ചിന്ത തിന്മയ്ക്കല്ല നന്മയ്ക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നന്മ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു, ശുഭഭാവി വരാൻ പോകുന്നു, അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.